കൃഷ്ണ, എനിക്കാകെ പേടിയാവുന്നു. അഖിൽ സാറിന് ദോഷം വന്നിട്ട് എനിക്ക് എന്റെ സംസാരം തിരിച്ചു കിട്ടണ്ട. അഖിൽ സാറിന്റെ മനസ്സ് മാറ്റണം. അഖിൽ സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ല. അഖിൽ സാറിന്റെ ദേഹത്ത് ഒരു പൊടി പോലും പറ്റാതെ കാത്തോണേ. മോനെ, ഞങ്ങളും കൂടെ വരാം. ഏയ് വേണ്ട സാർ, വൈദ്യര് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാത്രം മതിയെന്ന്. ഞങ്ങൾ പോയിട്ട് വരാം. അച്ഛനും അമ്മയൊക്കെ സമാധാനമായിട്ടിരിക്കെ. ഈശ്വര ഭഗവാനെ, അഖിലുമോനെ തീയിൽപ്പെട്ട അപകടമൊന്നും വരുത്തല്ലേ. ചെറിയ പൊള്ളലുകളല്ല. ഓ, ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റം മാത്രമാണല്ലോ. മക്കളെ, നിങ്ങളെന്നാ പോയിട്ട് വാ. ശരി അച്ഛാ. അമ്മേ വാ. ശ്യാമ, ഇന്ന് ശ്യാമയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വൈദ്യവും ഈശ്വരനും ഒരുപോലെ ശ്യാമയുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദിവസം. അഗ്നിപ്രവേശത്തെ ശ്യാമ പേടിക്കുക. ഇവിടെ ശ്യാമയുടെ ചികിത്സ നടക്കുമ്പോൾ ശ്യാമയുടെ ജീവിത പങ്കാളി ശ്യാമയ്ക്ക് വേണ്ടി നടത്താൻ പോകുന്ന ഈശ്വര സമർപ്പണമാണെന്നിവിടെ. ഈശ്വരൻ കാണണം ശ്യാമയ്ക്ക് വേണ്ടി ശ്യാമയുടെ ഭർത്താവിൻ്റെ ത്യാഗം. ഒരു തപസ്സാണ് അഖിൽ അനുഷ്ഠിക്കാൻ പോകുന്നത്. ആ തപസ്സിൽ ഈശ്വരൻ കണ്ണു തുറന്നേക്കും. ഭർത്താവിൻ്റെ ജീവൻ ആപത്താണെന്നാണോ? ജീവൻ ഈശ്വരന്റെ കയ്യിലാണ്. ഓരോ മനുഷ്യന്റെയും വിധി തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. അഖിലിന്റെ പൂജയിലാണ് ഈ ചികിത്സയുടെ വിജയം. അഖിൽ, വന്നോളൂ. അഖിൽ, അറിയാലോ, അഗ്നികുണ്ഡത്തിൽ നിന്ന് എത്ര തീക്ഷ്ണമായ ചൂട് പ്രവഹിച്ചാലും നിന്നടത്തു നിന്നും തെല്ലും അനങ്ങാൻ പാടില്ല. ചൂടുകൊണ്ട് ശരീരം തളർന്നാലും നാവ് വരണ്ടാലും തെല്ലും ചലിക്കാൻ പാടില്ല. ചികിത്സ കഴിയുന്നതുവരെ ഒറ്റ നിൽപ്പായിരിക്കണം. എന്റെ ഭാര്യയുടെ ശബ്ദമാണ് എനിക്ക് പ്രധാനം. അതിനുവേണ്ടി ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തേണ്ടി വന്ന ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നതുവരെ ഒറ്റ നിൽപ്പ് തന്നെയായിരിക്കും. ശ്യാമ, ചെല്ല്.
വൈദ്യർ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള മരുന്നുകൾ സേവിക്കൂ. ശമ, ഒരു കാര്യം കൂടി, എന്നെ നീ ശ്രദ്ധിക്കരുത്. ചൂട് കൊണ്ട് കുഴഞ്ഞാലും ഏതെങ്കിലും സാഹചര്യത്തില് എന്നിലേക്ക് അഗ്നി പടർന്നാലും നീ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. അഗ്നിപ്രവേശം ഫലമില്ലാതാവും. നീ ദൈവത്തെ വിളിച്ചാൽ മതി, നിന്റെ കൃഷ്ണനെ വിളിച്ചാൽ മതി. അഗ്നികുണ്ഡം ജ്വലിപ്പിച്ചോളൂ. വന്നോളൂ, വരൂ. ചികിത്സ തുടങ്ങേണ്ടതല്ലേ? വന്നോളൂ. ശ്യാമ, ഈ മരുന്ന് കുടിക്ക്. പൂജ അവിടെ നടന്നോളൂ. ശ്യാമേ, ശബ്ദം ശരിയാകണ്ടേ? ഈ മരുന്ന് കുടിക്ക്. കുടിക്ക്, മരുന്ന് കുടിക്ക്. ആള് നന്നായി ക്ഷീണിക്കുന്നുണ്ട്. ക്ഷീണിച്ചോട്ടെ, എന്ത് സംഭവിച്ചാലും അങ്ങനെ തന്നെ വിട്ടേക്കണം. മോൾ അവിടെ ഇരിക്കി, പൂജ നടന്നോളും. മോൾ അവിടെ ഇരിക്കി. ദേ, അടുത്ത മരുന്ന് കഴിക്കാനുള്ളതാ. പൂജ നടന്നോളും. മോൾ അവിടെ ഇരിക്കി. മോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പാടില്ല. പൂജ നടന്നോട്ടെ. വൈദ്യരെ, അദ്ദേഹം കുഴഞ്ഞു വീഴും കേട്ടോ. വീണോട്ടെ. അവിടെ പൂജ നടന്നോട്ടെ, അതൊന്നും കാര്യമാക്കാനില്ല. നമുക്ക് മരുന്ന് കഴിക്കാം. ശ്യാമേ, ശ്യാമേ, നിൽക്കവിടെ, നിൽക്ക്. അങ്ങോട്ട് പോവാൻ പാടില്ല. പറയുന്നത് കേൾക്ക്. ശ്യാമേ, അങ്ങോട്ട് പോവാൻ പാടില്ല. ശ്യാമേ, ഇല്ല, അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. അങ്ങോട്ട് പോവാൻ പാടില്ല. ദൈവത്തിനെ വിളിക്ക്. അഖിലിന്റെ ജീവൻ അപകടത്തിലാ.
വിളിക്ക്. വിളിക്ക്, ഉറക്കെ വിളിക്ക്. ഭഗവാനെ വിളിക്ക്, കൃഷ്ണ എന്ന് വിളിക്ക്. സാധിക്കും. വിളിക്ക്. കൃഷ്ണ, അഖിൽ സർ. വിളിക്ക്, വിളിക്ക്. അഖിൽ സർ, അഖിൽ സർ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു കിട്ടി. കണ്ണന്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. എവിടെ? സത്യത്തിൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശബ്ദം പോയതും അത് തിരികെ വന്നതും എന്തോ സ്വപ്നത്തിലൊക്കെ നടന്ന പോലെ തോന്നുന്നേ. എത്ര ജന്മം തീർത്താലും തീരാത്ത കടപ്പാടാ എനിക്ക് സാറിനോടുള്ളത്. എന്നോടല്ല, ആ കണ്ണനോടാ നന്ദി പറയേണ്ടത്. അതെ, കൃഷ്ണഭഗവാൻ തന്നെയാ അത്ഭുതം കാണിച്ച്. പക്ഷേ അതിനുവേണ്ടി ശ്രമിച്ചതൊക്കെ സാറല്ലേ? ഭഗവാൻ കൃഷ്ണന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇടയ്ക്കിടെ വരുന്നില്ലേ ആ കണ്ണൻ? അവിടെ വന്നിട്ട് മാറിക്കളഞ്ഞ കണ്ണൻ. ആ കണ്ണനാ ഐഡിയ പറഞ്ഞത്. ആ കണ്ണൻ അതിരിക്കട്ടെ, ഈ ഐഡിയ എന്ന് പറഞ്ഞത് അവിടെ നടന്നില്ലേ? അതൊക്കെ വൈദ്യവും മന്ത്രവും തന്ത്രവും ഒന്നിച്ചുള്ളൊരു ചികിത്സയായിരുന്നു. ഒന്ന് തെളിച്ചു പറയൂ സർ. അവസാന ഭാഗത്ത് യാഥാർത്ഥ്യത്തിലേക്ക് പോയ ഒരു നാടകമായിരുന്നു അത്. അന്ന് ആ കള്ളവൈദ്യൻ എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയപ്പോ മാനസികമായി എന്റെ നിലതെറ്റി. ഞാൻ അമ്പലത്തിലേക്ക് പാഞ്ഞു ചെന്നു. അവിടെ കണ്ണൻ വന്നു. കണ്ണന്റെ ആശയമായിരുന്നു, നീ എന്റെ ഇരുട്ടിനോടുള്ള പേടി മാറ്റിയതുപോലെ ഞാൻ നിനക്ക് ശബ്ദം തിരികെ തരിക. സാറിന് ശ്യാമേച്ചി കാരണം ധൈര്യം കിട്ടി, അതുപോലെ സാറ് കാരണം ശ്യാമേച്ചിക്ക് ശബ്ദം കിട്ടും. സാറൊരു അഗ്നിപ്രവേശ പൂജ ചെയ്യണമെന്ന് പറയുന്നു. ആ പൂജ നടക്കുമ്പോൾ സാറിനൊരു ആപത്ത് വരുന്നത് ശ്യാമേച്ചി കാണട്ടെ. ശ്യാമേച്ചി അറിയാതെ സാറിനെ വിളിച്ച് കരയും, ശബ്ദം പുറത്തു വരും. പറഞ്ഞ് കണ്ണൻ അഗ്നിപ്രവേശ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആ തന്ത്രം എന്താന്ന് ചോദിച്ചപ്പോഴാ അവൻ ഈ നാടകത്തെക്കുറിച്ച് പറഞ്ഞെന്ന്. എനിക്ക് മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞ നിന്റെ ശബ്ദം പുറത്തു വരുമെന്ന് പറഞ്ഞു. ഞാനത് വൈദ്യരുമായിട്ട് ചർച്ച ചെയ്തു. അത് വീട്ടിൽ നിങ്ങളോട് സംസാരിച്ച് യാഥാർത്ഥ്യമാണെന്ന്
നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷെ അഗ്നിക്ക് മുമ്പിൽ നിന്നപ്പോ നാടകമാണെന്നുള്ളത് ഞാൻ മറന്നു. താൻ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ അഗ്നിപ്രവേശം നടത്തി ജീവൻ വെടിയുമായിരുന്നു. നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുന്നു. 1000 ജന്മം ജനിച്ചാലും കടപ്പാട് തീരില്ല. ഞാൻ പറഞ്ഞില്ലേ, അന്ന് അരുന്ധതി മാഡം വന്നപ്പോ ഞാൻ പറഞ്ഞതാ, എനിക്ക് എന്റെ അഖിൽ സാറും ദൈവവും ചേർന്ന് ശബ്ദം തരൂന്ന്. അത് സംഭവിച്ചു. പക്ഷേ ആ കണ്ണൻ അതാരാ? ശമ, ഇനി നമുക്ക് സൺഷൈൻ കമ്പനിയെ വിളിച്ചറിയിക്കണം തന്റെ ശബ്ദം തിരിച്ചു കിട്ടിയ കാര്യം. അതറിഞ്ഞ അവര് കേസ് പിൻവലിക്കും. ഞാൻ ആലോചിക്കുന്നതേ, ആ കണ്ണൻ അതാരാന്നാ? അഖിമോനെ, ഒന്നുകൂടെ വിളിക്ക്, അമ്മേന്ന് വിളിക്ക്, അച്ഛന്ന് വിളിക്ക്. അമ്മേ, അച്ഛ, എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടി. എനിക്കിനി സംസാരിക്കാൻ പറ്റും, പാടാൻ പറ്റും, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എന്റെ കൃഷ്ണ, ഇതിന് ഏത് ദൈവത്തോടെ ഞാൻ നന്ദി പറയണ്ടേ? ദേവകി, വേറെ ആരോടുമല്ല, ഈ ദൈവത്തോട്. സത്യമോനെ ഞാൻ പറഞ്ഞേ, ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടാൻ കാരണമായത് അവളെ ചേർത്ത് പിടിച്ച് അവളോട് കൂടെ നിന്ന മോന. ദൈവത്തിന്റെ സ്ഥാനം തന്നെയാ മോനെ. സത്യം അസോട്ടം പറഞ്ഞത്. മോൻ ഞങ്ങളുടെ മരുമകനല്ല, മകൻ തന്നെയാ. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ. അമ്മേ, എന്താ ഇത്? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? എന്തോന്ന് പണക്കാര്, എന്തോന്ന് പാവപ്പെട്ടവര്, അതൊക്കെ വിടണം. ഇല്ല, ജീവിതകാലത്തോളം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല തോന്നും. അല്ല, എന്തായി അഖിലേ? എന്തെങ്കിലും നടന്നോ? നീ എന്തോ അഗ്നിസൂത്രോ അഗ്നി കാവടിയോ അതുപോലെ എന്തൊക്കെയോ നടത്തൂന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ദൈവം തീരുമാനിച്ചതല്ലേ നടക്കൂ എടുത്തി. അപ്പൊ ശബ്ദം ഇല്ല, അങ്ങനെ തന്നെയല്ലേ? ഈ പൂജാന്നും പൂജാരിന്നൊക്കെ പറഞ്ഞ് കാശ് കളഞ്ഞത് മിച്ചം. ദേ, ഈ ജയന്തി മനസ്സിലുള്ളത് വെട്ടി തുറന്നു പറയുന്ന ആളാ. ആ അഖിലേ, ഈ ശ്യാമയുടെ ശബ്ദത്തിന് വേണ്ടി മെനക്കെടാതിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഏത് ദൈവം വിചാരിച്ചാലും അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. ആ, എടുത്തി പറഞ്ഞ നേരാ. എന്താ? അല്ലെങ്കില് നീ പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ സംസാരിച്ചോ?
പോലെയാണല്ലോ തോന്നിയത്. അല്ല ശ്യാമേ, നീയാണോ സംസാരിച്ചേ? അയ്യോ അല്ല എടുത്തി, സത്യമായിട്ട് ഞാനല്ല സംസാരിച്ചത്. നീ അല്ലെങ്കിൽ പിന്നെ ശബ്ദം കിട്ടിയാ? കിട്ടി. ജയന്തി, എന്റെ മോക്ക് ശബ്ദം തിരിച്ചു കിട്ടി. ഛേ